ശിവേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ല. അയാൾ സ്നേഹിച്ചതും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതും നിന്നോടൊപ്പമാണ്. അതിനുള്ള തെളിവുകളാണ് ഈ നിലത്ത് ചിതറിക്കിടക്കുന്നത്. മേഘ പറഞ്ഞതൊന്നും മൈഥിലി കേട്ടില്ല. അവളുടെ നോട്ടം മുഴുവനും നിലത്ത് ചിതറിക്കിടന്ന അവളുടെ പഴയ ചിത്രങ്ങളിലായിരുന്നു. ശിവേട്ടൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടതെന്നോ? ഇല്ല, തനിക്കത് വിശ്വസിക്കാനാകുന്നില്ല. അവൾ നിലത്ത് മുട്ടുകുത്തിയിരുന്നു. ഓരോ ഫോട്ടോസും കയ്യിലെടുത്ത് നോക്കി. തൻ്റെ പഴയ ചിത്രങ്ങൾ, ഒരിക്കൽ പോലും താൻ കണ്ടിട്ടില്ലാത്ത പഴയ ചിത്രങ്ങൾ. മൈഥിലി പിറകോട്ട് ചിന്തിച്ചു. വീട്ടിലെ ഓരോ ചെറിയ ചടങ്ങിനും ഫോട്ടോഗ്രാഫർ ശിവേട്ടനാണ്. വലിയ ഫോട്ടോഗ്രാഫർ ഒന്നുമല്ലെങ്കിലും തരക്കേടില്ലാത്ത ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ നിശ്ചൽ. പലപ്പോഴും ശിവേട്ടനോട് എടുത്ത ഫോട്ടോസ് കാണിക്കാൻ പറഞ്ഞ നെഗറ്റീവ് വാഷ് ചെയ്യാൻ കടയിൽ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞൊഴിക്കും. പിന്നീട് താനും ആ വിഷയം ഇട്ടുകളയും. നീ എന്താണ് മൈഥിലി ആലോചിച്ചിരിക്കുന്നത്? മേഘ മൈഥിലിയുടെ പുറത്ത് തട്ടി. ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മൈഥിലി? നിന്നെ ശിവേട്ടൻ സ്നേഹിച്ചതിൻ്റെ തെളിവല്ലേ ഇത്? അല്ലെങ്കിൽ അയാൾ എന്തിനാണ് ഇത്ര കാര്യമായിട്ട് നിന്റെ ഫോട്ടോസ് സൂക്ഷിക്കണം? മേഘ പറയുന്നത് കേട്ട് മൈഥിലി ഒന്ന് ചിരിച്ചു. ചേച്ചിക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ പഴയ കുറച്ച് ഫോട്ടോസ് ഈ ഒരു ഡയറിയിലിരുന്നതാണോ ചേച്ചി ഇത്ര ചൊടിപ്പിച്ചത്? എനിക്ക് ബാംഗ്ലൂർ അഡ്മിഷൻ കിട്ടിയതറിഞ്ഞ് അപ്പച്ചിയും ശിവേട്ടനും എന്നെ കാണാൻ വീട്ടിൽ വന്നപ്പോൾ ശിവേട്ടൻ തന്നെയാണ് ഒരു സമ്മാനം പോലെ എനിക്കിത് തന്നത്. ഞാൻ അന്ന് ഇതൊന്ന് മറിച്ച് നോക്കിയിട്ട് എവിടെയോ വെച്ച് പോയി. ഇത് കണ്ടിട്ടാണോ ശിവേട്ടൻ എന്നോട് പ്രേമാണെന്ന് പറഞ്ഞത്? മൈഥിലിയുടെ മുഖത്തെ ശാന്തത നിറഞ്ഞു. ശിവേട്ടനെ എനിക്കിഷ്ടമായിരുന്നു, പ്രണയം തോന്നിയിരുന്നു. എൻ്റെ മനസ്സ് ശിവേട്ടനെ അറിയിക്കുവാനായി നാട്ടിലേക്ക് വന്നപ്പോഴാണ് ചേച്ചിയുടെയും ശിവേട്ടൻ്റെയും വിവാഹം അച്ഛൻ നിശ്ചയിക്കാൻ പോകുന്നുവെന്ന് അറിയുന്നത്. ശിവേട്ടനും അച്ഛൻ്റെ തീരുമാനം സമ്മതമാണെന്ന് അറിയിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് പറയാൻ തോന്നിയില്ല. അത് വെളിപ്പെടുത്തുന്നതിന് എന്ത് പ്രസക്തിയാണെന്ന് ഞാൻ ഓർത്തു. എന്നാൽ വിധി ഒന്നുണ്ടല്ലോ ചേച്ചി, അത് വീണ്ടും ശിവേട്ടനെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. മൈഥിലി ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. ചേച്ചിയോട് ഇതൊന്നും വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. കാരണം ചേച്ചിയാണ് ശിവേട്ടനെ വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയത്. ചേച്ചിയുടെ ഒളിച്ചോട്ടത്തിന് മൗനാനുവാദം തന്നത് ചേച്ചിയുടെ അവസ്ഥ ഓർത്തിട്ടാണ്. ചേച്ചി ചെയ്ത തെറ്റിൻ്റെ ഫലം ഒന്നും അറിയാത്ത ശിവേട്ടൻ എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി ആദിയുടെ ഈ പോക്കിൽ ചേച്ചിക്ക് സംശയമൊന്നും കാണില്ലായിരിക്കും. അതൊരു പക്ഷേ ചേച്ചി അയാളുടെ ഒരുപാട് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾക്കോ? ആരാണ് ഈ ഞങ്ങൾ? മേഘ പുരികുയർത്തി. എനിക്കും പിന്നെ ശിവേട്ടനും. ഹോ, അയാൾക്ക് എന്തിനാ എൻ്റെ കാര്യത്തിൽ ആവലാതി? മേഘ ഈർഷ്യത്തോടെ ചോദിച്ചു. അതെങ്ങനെ? എല്ലാവരെയും നിർത്തേണ്ടടുത്ത് നിർത്തണം. നമ്മുടെ അച്ഛൻ അയാളെടുത്ത് തലയിൽ വെച്ചിരിക്കുകയല്ലേ. പണ്ടേ എനിക്ക് ശിവേട്ടൻ ഈ വീട്ടിൽ വന്ന് ആള് കളിക്കുന്നത് ഇഷ്ടമല്ല. അയാൾ ആരാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ? ചേച്ചി, മൈഥിലി മേഘയെ തടഞ്ഞു. നിനക്ക് അയാൾ നിന്റെ പ്രേമഭാജനായിരിക്കും. എന്നാൽ എനിക്ക് അയാൾ എൻ്റെ ആരുമല്ല. ആരും. മേഘ പറയുന്നത് കേട്ട് ഉച്ചത്തോടെ മൈഥിലി ചിരിച്ചു. കൂടുതൽ നകളിക്കല്ലേ ചേച്ചി. ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ വയറ്റിൽ ഒരു ജീവൻ തുടിക്കുന്ന വിവരം വിവാഹത്തലേന്ന് തന്നെ അറിഞ്ഞ മനുഷ്യനാണ് നീ ഇപ്പോൾ പുച്ഛിച്ചു പറഞ്ഞ ശിവേട്ടൻ. മൈഥിലിയുടെ വെളിപ്പെടുത്തൽ കേട്ട് നടുങ്ങിത്തെറിച്ച് മേഘ നിന്നു. നിന്റെ മാനത്തെ ഇതുവരെ നീ പറഞ്ഞ ശിവേട്ടൻ തുലാസിൽ വെച്ച് സംസാരിച്ചില്ലല്ലോ. നീ ഇറങ്ങിപ്പോയതിനു ശേഷം നെഞ്ചുപൊട്ടി നമ്മുടെ അച്ഛൻ ആശുപത്രിയിലായി. ഒരു സങ്കടവും ആരെയും അറിയിക്കാതെ ഒരു മകനെ പോലെ ശിവേട്ടൻ നമ്മുടെ അച്ഛനെ നോക്കുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മുടെ അച്ഛൻ സമ്പാദിച്ചതിൻ്റെ 10 മടങ്ങ് സമ്പാദിച്ചിട്ടാണ് പരമേശ്വരൻ മാമൻ മരിച്ചുപോയത്. അച്ഛൻ പറയുന്നത് പോലെ ആ വീട്ടുപറമ്പിൽ പൊഴിഞ്ഞു വീഴുന്ന തേങ്ങയും അടക്കിയും പറക്കി വിറ്റാൽ തന്നെ സുഖമായിട്ട് ജീവിക്കാം. വിളിച്ചാൽ വിളപ്പുറത്ത് ശിവേട്ടനുള്ളത് തന്നെയാണ് അച്ഛൻ്റെ ധൈര്യം. ഒരാൾ മറ്റൊരു വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചാൽ അച്ഛന് പിന്നെ തനിച്ചാവും എന്ന് തോന്നലുണ്ടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ആലോചന പോലും നിനക്ക് മുന്നിൽ വന്നത് ചേച്ചി. ഒന്ന് ഓർക്കണം ചേച്ചി. ഇന്ന് പുച്ഛിച്ചും പരിഹസിച്ചും തള്ളിക്കളയുന്നവരായിരിക്കാം നാളെ ഒരു പക്ഷേ സഹായിക്കാൻ കാണുക. മൈഥിലിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. മൈഥിലി മുറിയുടെ വാതിൽ തുറന്നതും എല്ലാം കേട്ടുകൊണ്ട് ഭിത്തിയിൽ ചാരി വിതുമ്പി നിൽക്കുന്ന സുഭദ്രയെയാണ് കാണുന്നത്. എൻ്റെ ദേവി, അമ്മ എല്ലാം കേട്ടെന്നാണ് തോന്നുന്നത്, മൈഥിലി മനസ്സിൽ പറഞ്ഞു. അമ്മേ. മൈഥിലി പതിയെ സുഭദ്രയുടെ ചുമലിൽ പിടിച്ചു. അവരുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ മൈഥിലിക്ക് ഭീതി തോന്നി. മൈഥിലിയോട് ഒന്നും മിണ്ടാതെ സുഭദ്ര മുറിയിലേക്ക് കയറി. മൈഥിലിയും പിന്നാലെ കയറിയതു സുഭദ്ര വാതിൽ അകത്തു നിന്നും പൂട്ടി. കസേരയിൽ ഇരിക്കുന്ന മേഘയെ കണ്ടതും സുഭദ്രയുടെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടു. കുടുംബം നശിപ്പിക്കാനുണ്ടായവളെ മേഘ പേടിയോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റതും ഇരു കവിളത്തും മാറി മാറി സുഭദ്ര പ്രഹസിച്ചു. മൈഥിലി സുഭദ്രയെ തടയാൻ വന്നതും സുഭദ്ര മൈഥിലിക്ക് നേരെ തിരിഞ്ഞു. ഈ ഒരുമ്പെട്ടവൾക്ക് വക്കാലത്ത് പിടിക്കാൻ നിനക്കും കിട്ടും. നീയും കൂടി അറിഞ്ഞിട്ടാണല്ലോ ഈ തോന്നിവാസമെല്ലാം കാട്ടിക്കൂട്ടിയത്. കുടുംബം നശിപ്പിച്ചല്ലോ നീയൊക്കെ. സുഭദ്ര പദം പറഞ്ഞ് നിലത്തേക്ക് ഓർന്നിരുന്ന് കരഞ്ഞു. അമ്മേ, ഒന്ന് പതുക്കെ പറ, അച്ഛൻ കേൾക്കും. മൈഥിലി അമ്മയുടെ അരികിൽ പോയിരുന്നു. കേൾക്കട്ടെ. എന്തിന് ആ മനുഷ്യനോട് മാത്രമായി ഇനി ഒളിപ്പിക്കണം? ചിലപ്പോൾ ചങ്കുപൊട്ടി മരിക്കുമായിരിക്കും. അതോടെ ഒന്നും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരില്ലല്ലോ. ഇറങ്ങിപ്പോയ വഴി നിനക്കങ്ങ് പോകായിരുന്നില്ലോ. അതോടെ എല്ലാം തീരുമാനമായിരുന്നല്ലോ. ഇന്നിപ്പോൾ എല്ലാവരും കൂടി അനുഭവിക്കേണ്ടി വരേണ്ട അവസ്ഥയല്ലേ? സുഭദ്ര കണ്ണുകളടച്ച് തല കുമ്പിട്ടിരുന്നു. മേഘ അതേ നിൽപ്പ് തുടർന്നു. മിലി, നാളെ തന്നെ ഇവളെയും കൊണ്ട് ഈ പടി ഇറങ്ങിക്കോണം. ഇവൾക്ക് ഈ അവസ്ഥ വരുത്തി വെച്ചവനെ കണ്ടുപിടിച്ച് കൊണ്ടേൽപ്പിക്കണം.
അല്ലേലും അവനെ എന്തിനാണ് കുറ്റം പറയുന്നത്? അവൻ അവരുടെ ദേഹത്തിൽ തൊട്ടപ്പോൾ അരുത് എന്ന് പറയാൻ ഇവരുടെ നാവ് ശബ്ദിച്ചിരുന്നെങ്കിൽ, വിവേകപൂർവ്വം ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഗതികേട് വരില്ലായിരുന്നല്ലോ. അമ്മേ, തെറ്റ് പറ്റിപ്പോയി. അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ വീണ് 1000 വട്ടം മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞവളാണ് ഞാൻ. അമ്മ പറഞ്ഞതുപോലെ ആർക്കും ഒരധികപ്പറ്റായി ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ തന്നെ ഞാൻ പൊയ്ക്കോളാം. ആരും എൻ്റെ കൂടെ വന്ന് ബുദ്ധിമുട്ടണ്ട. ഞാൻ പൊയ്ക്കോളാം. മേഘ കണ്ണ് അമർത്തി തുറച്ചിട്ട് കട്ടിൽ പോയിരുന്നു. അമ്മേ, അച്ഛൻ ഒരു കാരണവശാലും ഇതറിയരുത്. സംശയത്തിൽ പോലും അമ്മ ഇടം കൊടുക്കരുത്. മുറിവിട്ട് പോകാൻ തുടങ്ങിയ സുഭദ്രയോട് മൈഥിലി പറഞ്ഞു. ചേച്ചി, മൈഥിലി വിളിച്ചു. മേഘയുടെ കവിളുകളിൽ കൈ പതിഞ്ഞ ഭാഗം കരിനിരച്ച് കിടന്നിരുന്നു. മിലി, കുറച്ചു നേരം എന്നെ വെറുതെ വിടൂ പ്ലീസ്. മൈഥിലി കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഫോണുമായി ബാൽക്കണിയിൽ പോയിരുന്നു. ഫോൺ എടുത്ത് ശിവയുടെ നമ്പറിൽ വിളിച്ചു. ശിവ ഫോൺ എടുത്തതും വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം മൈഥിലി പറഞ്ഞു. മേഘയെ ഒറ്റയ്ക്ക് വിടണ്ട. അമ്മായി ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ട് ആകെ മനസ്സ് ഒലഞ്ഞിരിക്കുകയല്ലേ. വല്ല കടുങ്കയും കാണിച്ചാലോ? മേഘ എതിർത്താലും നാളെ അവളോടൊപ്പം നമുക്കും കൂടി പോകണം. മേഘ പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നേരിട്ട് അറിയാമല്ലോ മിലി. നമുക്കും പോകാൻ ശിവേട്ട. മിലി ശിവയെ അനുകൂലിച്ചു. ശിവയുടെ ഫോൺ കട്ടതിന് ശേഷം കണ്ണുകൾ അടച്ച് അതേ ഇരിപ്പ് മൈഥിലിയിരുന്നു. മനസ്സാകെ കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്നു. എന്തോ അടുത്തത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ മിലിക്ക് അനുഭവപ്പെട്ടു. ആദിയെ തേടിയുള്ള യാത്രയിൽ അവർ മൂവരും ഉണ്ടായിരുന്നു. ശിവയുടെ ഒപ്പം മുൻസീറ്റിലിരുന്ന മിലി പിന്നിലേക്ക് നോക്കി. മേഘ പുറംകാഴ്ചയിൽ മുഴുകിയിരിക്കുന്നതായി തോന്നിയതിനാൽ മൈഥിലി ഒന്നും ചോദിച്ചില്ല. ഒറ്റയ്ക്ക് ആദിയെ തേടി ഇറങ്ങാൻ തുടങ്ങിയ മേഘയോടൊപ്പം മൈഥിലിയും ശിവയും അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ കൂടെ ഇറങ്ങിയതാണ്. ഇനിയും കിടക്കുന്ന 4 മണിക്കൂർ. എനിക്ക് വിശന്നു തുടങ്ങി ശിവേട്ട. കാർ ഏതെങ്കിലും ഹോട്ടൽ കാണുമ്പോൾ നിർത്താമോ? ശിവേട്ടനും കാർ ഓടിച്ചു ക്ഷീണിച്ചു കാണില്ലേ? മൈഥിലി പറയുന്നത് കേട്ടപ്പോൾ ശിവ ചിരിച്ചു. എനിക്ക് ക്ഷീണമൊന്നുമില്ല ഓളെ. പിന്നെ നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ ഞാൻ വണ്ടി ഒതുക്കാം. ശിവ കണ്ണാടിയിലൂടെ മേഘയെ നോക്കിയെങ്കിലും അവരുടെ സംസാരമൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് കണ്ണുനട്ട് മേഘയിരുന്നു. ശിവ ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ കാറ് നിർത്തി. മേഘയും മൈഥിലിയും ഇറങ്ങി ശിവക്കായി കാത്തു നിന്നു. മേഘ ബാത്റൂമിൽ പോയ നേരം മൈഥിലി ശിവയെ നോക്കി. എനിക്ക് വിശപ്പുണ്ടായിട്ടല്ല ശിവേട്ട. ഇന്നലെ രാത്രി മുതൽ അവളൊന്നും കഴിച്ചിട്ടില്ല. എന്തോ ഈ സമയത്ത് പട്ടിണി ഇരിക്കാൻ പാടില്ലല്ലോ. രാവിലെയും ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല. അതാണ് ഹോട്ടൽ കയറാമെന്ന് പറഞ്ഞത്. ഞാൻ കാറിലിരുന്നപ്പോൾ മേഘയെ ഇടയ്ക്ക് നോക്കിയിരുന്നു. എന്താണ് അവളുടെ മനസ്സിലെന്ന് അറിയാൻ കഴിഞ്ഞില്ല മിലി. എത്രയും പെട്ടെന്ന് അവളുടെ ആദിയെ കണ്ടെത്തിയാലേ ഇതിനുള്ള പരിഹാരം കാണാൻ കഴിയൂ. മൂവരും കഴിക്കുവാനായിരുന്നു. എനിക്ക് വിഷമില്ല, നിങ്ങൾ കഴിച്ചോളൂ. മേഘ കഴിക്കുവാനുള്ള ഓർഡർ എടുക്കാൻ വന്നപ്പോൾ സപ്ലയർ ബോയെ കണ്ടപ്പോൾ പറഞ്ഞു. വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിച്ചേ പറ്റൂ. ഇനി കാർ ഞാൻ അയാളുടെ വീട്ടിൽ പഠിക്കലേ നിർത്തുള്ളൂ. ശിവ മിലിയെ നോക്കിയാണ് പറഞ്ഞതെങ്കിലും അത് മേഘക്കുള്ള മറുപടിയാണെന്ന് കേട്ടപ്പോൾ മനസ്സിലായി. മേഘ മറുപടിയൊന്നും കൊടുത്തില്ല. ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷം മൊബൈലിൽ ആദിയുടെ നമ്പറിൽ വിളിച്ചു. പരിധിക്ക് പുറത്താണെന്ന് പറയുന്നു. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കണ്ടതുപോലില്ല. മേഘയുടെ മനസ്സിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. മേഘ, ടെൻഷൻ ആവാതെ. തൻ്റെ ആള് ഈ ലോകത്തെ ഏത് കോണിലാണെങ്കിലും നമ്മൾ കണ്ടെത്തും. മേഘ ഞങ്ങളെ അന്യരായി കാണരുത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാൻ മടിക്കരുത്. മേഘയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പലപ്പോഴും തൻ്റെ മൗനവും രഹസ്യ സ്വഭാവമാണ് കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. മേഘ ശിവയെ നോക്കി. എന്തേ ഇല്ലെന്ന് തനിക്കാൻ പറയാൻ പറ്റുമോ? തൻ്റെ മുന്നിൽ ഞാൻ എത്രയോ വട്ടം വന്നിരിക്കുന്നു. ഒരു തവണയെങ്കിലും തൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ വഷളാകില്ലായിരുന്നു. ശിവ അല്പം നിരാശയോടെ സംസാരിച്ചു. മതി ശിവേട്ട, ഇനി പഴയതൊന്നും പറയണ്ട. എന്തായാലും നമ്മൾ ഇതിനായി ഇറങ്ങിത്തിരിച്ചതല്ലേ. ഇനി ഈ വിഷയത്തിൽ ചർച്ച വേണ്ട. മൈഥിലി ശിവയെ സംസാരിക്കുന്നത് തടഞ്ഞു. ഓർഡർ ചെയ്ത ഭക്ഷണം അവർ മുഴുവൻ കഴിച്ചതിന് ശേഷം യാത്ര തുടർന്നു. ആദിയുടെ അഡ്രസ്സ് അറിയാവുന്നതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. വീടിൻ്റെ മുന്നിലെ വഴിയിൽ കാർ നിർത്തിയിട്ട് അവർ ഇറങ്ങി. കണ്ടിട്ട് ഇവിടെ ആരും ഉള്ള ലക്ഷണമില്ല. മൈഥിലി പിറുപിറുത്തു. നീ വാ, നമുക്ക് നോക്കാം. ശിവ ചുറ്റും കണ്ണോടിച്ചതിന് ശേഷം കാളിംഗ് ബെല്ലിൽ വിരലമർത്തി. കുറച്ചുനേരം കാത്തു നിന്നെങ്കിലും ആരും വാതിൽ തുറന്നില്ല. ശിവ ഒന്നുകൂടി ബെല്ലമർത്തി. ആരും വാതിൽ തുറക്കുന്നത് കണ്ടപ്പോൾ മൂവരും നിരാശരായി. ഇവിടെ ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് അടുത്ത വീട്ടിലൊന്ന് ചോദിച്ചു നോക്കിയാലോ? മൈഥിലി ശിവയോട് പറഞ്ഞു. അവർ മുറ്റത്തേക്ക് ഇറങ്ങിയതും മുൻവാതിൽ പതിയെ തുറക്കുന്ന ശബ്ദം കേട്ടു. ആരാണ്? മനസ്സിലായില്ല. അവശത കലർന്ന ശബ്ദത്തോടെ വാതിൽ തുറന്നു വന്ന പെൺകുട്ടി ചോദിച്ചു. മേഘ അവളെ അടിമുടി നോക്കി. എവിടോ കണ്ടു മറന്ന മുഖം. നൈറ്റിയാണ് വേഷം. ഒറ്റ നോട്ടിൽ തന്നെ മാസം തികയേറെ ഒരു ഗർഭിണിയാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങൾ കുറച്ച് ദൂരേന്ന് വന്നതാണ്. ആദിശങ്കറിൻ്റെ വീടല്ലേ ഇത്? ശിവ അല്പം സങ്കോചത്തോടെ ചോദിച്ചു. അതെ, ആദിയേട്ടൻ്റെ വീടാണ്. നിങ്ങൾ ആരാണ്? ഞങ്ങൾ ആദിയുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ അടുത്ത് ഒരാവശ്യത്തിന് വന്നപ്പോൾ ഇവിടേക്ക് കൂടി വരാമെന്ന് കരുതി. ആദിയേട്ടൻ്റെ കൂട്ടുകാരാണോ? പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു. അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വന്നിരിക്കൂ. ഉമ്മറത്ത് കിടന്ന കസേരകളിൽ അവർ ഇരുന്നു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവർ അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയതും ശിവ തടഞ്ഞു. ഒന്നും വേണ്ട, ഞങ്ങളിപ്പോൾ ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. ആദ്യമായി വീട്ടിൽ വന്നിട്ട് ഒന്നും തരാതിരിക്കുന്നത് ശരിയല്ല. കുഴപ്പമില്ല,
ഒന്നും വേണ്ടാത്തതുകൊണ്ടാണ്. ഇയാൾ ആദിയുടെ പെങ്ങളാണോ? ശിവ സംശയത്തോടെ ചോദിച്ചു. അവർ മനോഹരമായി ചിരിച്ചു. എൻ്റെ പേര് ആര്യ ആദിയേട്ടൻ. എൻ്റെ ഭർത്താവാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചു സ്വർഗത്തിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വരും. അവർ ആ വീർത്തിരിക്കുന്ന വയറ്റിലേക്ക് തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ മൂവരും നടുങ്ങി ധരിച്ചിരുന്നു. മേഘയുടെ ഹൃദയത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു. അവൾ അറിയാതെ തൻ്റെ കൈകൊണ്ട് അവളുടെ ഉദരത്തിൽ തൊട്ടു. ആദ്യത്തെ ടൗണിൽ പോയതാണ്. ഇന്ന് എനിക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ക്ഷീണം തോന്നിയതുകൊണ്ട് എന്നെ വീട്ടിലാക്കിയിട്ട് ആൾ സാധനങ്ങൾ വാങ്ങുവാനായി പോയി. ഒപ്പം അച്ഛനെയും അമ്മയും തറവാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം എന്നുകൂടി പറഞ്ഞിട്ടാണ് പോയത്. ആര്യ ചിരിച്ചു. നിങ്ങളുടെ കമ്പനിയിൽ ഭയങ്കര തിരക്കാണല്ലോ. കമ്പനിയിൽ തിരക്കിട്ട പണിയാണെന്ന് വിളിക്കുമ്പോഴൊക്കെ പറയും. നാളെ തന്നെ തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആര്യ ഒഴുക്കോടെ സംസാരിക്കുമ്പോഴും മൂവരുടെയും ഉള്ളിൽ തീയാളി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? മൈഥിലി ആര്യയോട് ചോദിച്ചു. 1.5 വർഷമായി. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അതുകൊണ്ട് ചെറുപ്പം മുതൽക്കേ പരസ്പരം അറിയാം എന്ന് കരുതി പ്രണയവിവാഹമൊന്നുമല്ല കേട്ടോ. ഒരിക്കൽ എന്നോട് വന്ന് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ പോവാണെന്നും പറഞ്ഞു. ഞാൻ അത്ര കാര്യമാക്കിയില്ല. കാണുമ്പോഴൊക്കെ പരസ്പരം ഒരു ചിരി കൈമാറുന്നതല്ലാതെ ആദ്യേട്ടൻ ഒരിക്കൽ പോലും എന്നോട് വന്ന് സംസാരിച്ചിട്ടില്ല. എന്നാൽ അടുത്ത ദിവസം തന്നെ അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചപ്പോഴാണ് ആദ്യേട്ടൻ എന്നെ ഇഷ്ടമായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത്. ആദ്യയെപ്പറ്റി സംസാരിക്കുമ്പോൾ ആര്യയുടെ മുഖത്ത് വിരിയുന്ന സന്തോഷവും നാണവും കണ്ട് വേദനയോടെ ശിവ മേഘയെ നോക്കി. തല കുനിച്ചിരിക്കുന്ന മേഘയെ കണ്ടപ്പോൾ ശിവയ്ക്ക് ഒരേ സമയം വിഷമവും ഭയവും തോന്നി. തറവാട്ടിൽ നിന്ന് മാറി ഇവിടെ എന്താ താമസിക്കുന്നത്? ശിവ തിരക്കി. ഇതെൻ്റെ അമ്മയ്ക്ക് ഓഹരി കിട്ടിയ വീടാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത വളവിലൊരു പ്രൈമറി സ്കൂൾ കണ്ടില്ലേ? അവിടുത്തെ ടീച്ചറാണ് ഞാൻ. ആദ്യേട്ടന് ഞാൻ ജോലിക്ക് പോകുന്നതിലൊന്നും വിരോധമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. എൻ്റെ അമ്മയും അനിയത്തിയും ഇവിടെയാണ് താമസം. ആദ്യേട്ടൻ അവധിക്ക് വരുമ്പോൾ അവർ വീട്ടിലേക്ക് പോകും. ആര്യ പറഞ്ഞു. സംസാരിച്ചിരിക്കുന്നതല്ലാതെ ഞാൻ കുടിക്കാനൊന്നും എടുത്തില്ലല്ലോ. ആര്യ എഴുന്നേറ്റതും മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ആ ദേ കൂട്ടുകാരൻ വന്നല്ലോ. നിങ്ങൾ സംസാരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാം. ആര്യ അടുക്കളയിലേക്ക് പോയി. കാറിൻ്റെ ഡോറ് തുറന്ന് ആദ്യ ഇറങ്ങി. വീടിൻ്റെ ഉമ്മറത്തിരിക്കുന്ന അതിഥികളെ കണ്ടതും ശ്വാസം നിലയ്ക്കുന്നത് പോലെ അവന് തോന്നി. ആദിയോടൊപ്പം കാറിൽ നിന്ന് അയാളുടെ അച്ഛൻ ശങ്കറും ഒപ്പം അമ്മ ഭാമയും ഇറങ്ങി. കണ്ടു പരിചയമില്ലാത്തവരെ കണ്ട് ശങ്കർ നെറ്റി ചൊളിച്ചു. ആരാ ആദി വന്നിരിക്കുന്നത്? നിനക്ക് പരിചയമുള്ളവരാണോ? ആദിയുടെ തൊണ്ട വരണ്ടു. മേഘ മുറ്റത്തേക്ക് ഇറങ്ങി ആദിയുടെ അടുത്തേക്ക് ചെന്നു. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? മേഘയുടെ തീപ്പാർന്ന നോട്ടത്തെ അഭിമുഖീകരിക്കാനാകാതെ ആദി വെന്തുരുക്കി നിന്നു.